സുബ്ഹാനല്ലാഹ്. നല്ല ശബ്ദത്തിലും രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതല്ലേ ഖുർആൻ. നല്ല രാഗത്തിലും ഈണത്തിലും അത് ഓതണം. സാധാരണ വായന വായിച്ചാൽ പോരാ, മലയാളം വായിക്കും പോലെ അറബി വാക്കുകൾ വായിക്കും പോലെ വായിച്ചാൽ പോരാ, ഖുർആനോത്തിന് ഈണം വേണം. അതുകൊണ്ടല്ലേ തങ്ങൾ മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ, രാഗത്തിൽ ഖുർആൻ ഓതാത്തവൻ, ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ. നല്ല രാഗത്തിലും ഈണത്തിലും ഓതേണ്ടതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. സഗീനുൽ ഖുർആന ബി അസ്വാദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് അലങ്കാരം നൽകണം. സഗീനുൽ ഖുർആന ബി അസ്വാദിക്കും. നല്ല ഈണത്തിൽ ഓതണം, നല്ല ശബ്ദത്തിൽ ഓതണം. അത് വീടുകളിലൊക്കെ ഓതുമ്പോൾ ഒരു കുട്ടിയെ അങ്ങനെ നല്ല ഈണത്തിൽ ഓതിയാൽ ആ വീടിന് മൊത്തം റഹ്മത്തും ബർക്കത്തിന്റെയും കണക്ക് പറയാൻ കഴിയൂല. ആ വീട്ടിലുള്ളവർക്ക് എത്രയാണ് ശിഫ അല്ലാഹു നൽകുന്നത് എന്ന് പറയാൻ കഴിയൂല. ആ വീട്ടിലെ കച്ചവടക്കാർ, ആ വീട്ടിലെ തൊഴിലാളികൾ, ആ വീട്ടിലെ ഉമ്മമാർ, ആ വീട്ടിലെ ഉപകരണങ്ങൾ, ആ വീട്ടിലെ സമ്പത്ത്, എത്രയാണ് അല്ലാഹു അതിന് കാവൽ നൽകുന്നത്. എത്ര വലിയ പരിശുദ്ധിയാണ് അല്ലാഹു തആല അതിന് നൽകുന്നത്. അത് നമുക്ക് ലിമിറ്റ് ആക്കാൻ കഴിയില്ല.